അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ. എന്നെ സംബന്ധിച്ച് ജസരിയ എന്ന് പറഞ്ഞാല് ഞാനാണെങ്കില് നോർമൽ സാധാ നൂറാനി ഖായിദന്റെ തജ്വീദ് മാത്രം പഠിച്ചിട്ട് ഹിഫ്ള് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ അക്കാഡമിയില് ജസരിയ തുടങ്ങുംന്ന് പറയുമ്പഴേ എന്താന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ അക്കാഡമിയിലെ തജ്വീദിന്റെ കാര്യങ്ങളും എനിക്കറിയില്ല. പക്ഷെ തജ്വീദിനെ കുറിച്ചുള്ളൊരു കുറച്ചും കൂടി അറിവ് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അൽഹംദുലില്ലാ ഞാൻ ജസരിയയില് ചേർന്നത്. സത്യം പറയുവാണെങ്കില് സ്റ്റാർട്ടിങ് മുതലേ ഈ എന്താ പറയല് ഈ എക്സാമിന്റെ തലേന്ന് വരെ ആയാലും എനിക്കിങ്ങനെ പല പ്രാവശ്യം ഞാൻ നിർത്തിയാലോ കാരണം ഡെലിവറിയുടെ ടൈമിലായിരുന്നു നമ്മുടെ ജസരിയയുടെ കോഴ്സിന്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാല് 1ഓ 2ഓ ലൈവ് ക്ലാസ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ജസരിയയില്. ബാക്കിയെല്ലാം റെക്കോർഡിംഗ് ആണ് കേൾക്കല്. പിന്നെ പക്ഷെ അൽഹംദുലില്ലാ എന്നെ സംബന്ധിച്ച് ജസരിയ എന്ന് പറഞ്ഞാല് വിശാലമായ ഒരു അറിവിന്റെ ഇതാണ്. എനിക്ക് തീരെ പ്രതീക്ഷിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഓരോ പുതിയ അറിവുകൾ കിട്ടുമ്പം ആഗ്രഹം കൂടുവാണ്, നമുക്ക് ഇൽമുകള് വർദ്ധിക്കുകയാണ്. എന്താന്നറിയില്ല എനിക്ക്. ആ ഒരു ഓരോ റെക്കോർഡിങ്ങും ആണ് എന്താ പറയല് എന്നെ ഇവിടം വരെ അൽഹംദുലില്ലാ പിടിച്ച് കൊണ്ടുപോയത് എന്ന് വേണമെങ്കിലും പറയാം. ഡെലിവറിയുടെ ടൈമിലായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഡ്രോപ്പ് ആക്കിയിട്ട് അടുത്ത ബാച്ചിന് കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷേ ഫസ്റ്റത്തെ റെക്കോർഡിങ് കേട്ടപ്പോൾ അടുത്തത് കേൾക്കാനുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ ഓരോ റെക്കോർഡിങ് കഴിയുന്തോറും ആണ് എന്താ പറയല് എനിക്ക് ഇത് വിടാനും കഴിയുന്നില്ല. എന്നാൽ അൽഹംദുലില്ലാ ആ തടസ്സത്തിന്റെ ഇടയിലാണെങ്കിലും ഇത്രയും അറിവുകൾ അൽഹംദുലില്ലാ അള്ളാഹ് എനിക്ക് തന്നു എന്നുള്ളതിൽ അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ അൽഹംദുലില്ലാ നമ്മുടെ അക്കാഡമിയില് ഹിഫ്ളിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ ആ കൊച്ചു മക്കൾക്ക് എന്താ പറയല് നമുക്ക് തിയറി വൈസ് അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമുക്കിപ്പം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഓതേണ്ട രീതിയും നമുക്കവിടെ നിർത്താൻ കഴിയില്ല. നമുക്ക് അങ്ങനെ സിഫത്തുകൾ ഇങ്ങനെയുണ്ട് തവസ്സുത്തിൻ്റെത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അൽഹംദുലില്ലാ പറഞ്ഞു കൊടുക്കാൻ കഴിയുമ്പം എന്നെ സംബന്ധിച്ച് അൽഹംദുലില്ലാ വലിയൊരു ഖൈറാണ് ജസരിയന്റെ ക്ലാസ് എന്ന് പറയുന്നത്. എന്താ എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഹാഫിളായിട്ടും എന്താ പറയല് ഇത്രയും മിസ്റ്റേക്കുകളോടെയാണ് പഠിച്ചത്. അക്ഷരത്തെറ്റല്ല എങ്കിൽ പോലും ഇത്രയും മിസ്റ്റേക്കുകൾ പക്ഷെ അൽഹംദുലില്ലാ ഓരോ മിസ്റ്റേക്കുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴേക്കും മനസ്സുകൊണ്ടൊരു സന്തോഷമാണ്. അത് തിരുത്താൻ കഴിഞ്ഞല്ലോ എന്ന്. അൽഹംദുലില്ലാ ഇനിയും കുറേ മിസ്റ്റേക്കുകൾ ഉണ്ട്. പക്ഷെ എനിക്ക് മിസ്റ്റേക്കുകൾ കിട്ടുന്നതെന്ന് വെച്ചാല് സന്തോഷമാണ്. കാരണം നമുക്ക് തിരുത്താനുള്ള അവസരങ്ങളാണല്ലോ അള്ളാഹ് തരുന്നതെന്ന് ഓർത്തിട്ട്. അൽഹംദുലില്ലാ. എല്ലാവർക്കും എന്താ പറയല് ഇൽമ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ അക്കാഡമിയില് ജസരിയാന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാലോ. ഈ നമ്മുടെ പരിസരങ്ങളിലൊന്നും ആർക്കും അത് അറിയുക കൂടിയില്ല പേരെന്താണെന്ന് പോലും. പക്ഷെ അള്ളാഹ് അൽഹംദുലില്ലാ അതിനൊക്കെ ഒരു അവസരം തന്നു. കുറേ പേരോട് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു വിഷയം എല്ലാവരും പഠിക്കേണ്ടതാണ് ഹിഫ്ള്. നമ്മുടെ മദ്രസകളിലൊക്കെ പറയുമ്പോൾ ബേസിക് തജ്വീദ് മാത്രം പഠിപ്പിച്ചിട്ടാണ് ഹിഫ്ള് പഠിക്കുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം എന്നുള്ള രീതിയിൽ ഇൻഷാ അള്ളാ നമ്മുടെ അക്കാഡമി അള്ളാഹ് ദുനിയാവിലും ആഖിറത്തിലും നല്ല രീതിയിൽ ഉയർത്തട്ടെ.